നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ ആന പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാട്ടാക്കട വിഗ്യാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് വിഗ്യാൻ കോളേജിൽ നിന്നും ഏകദേശം 43ഓളം വിദ്യാർത്ഥികൾ ഇന്ന് ആന പാർക്കിനുള്ളിലൂടെ ഒരു വന നടത്തത്തിന് വന്നിരിക്കുകയാണ്. അവരുടെ NSS ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് സപ്തദിന ക്യാമ്പിൻ്റെ അവസാന ദിവസമാണിന്ന്. നാളെ ക്യാമ്പ് കഴിയുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഗാലറി ഓഫ് നാച്ചർ ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ വെൽഫെയർ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ കെയർ ഓഫിൽ ഒരു കത്ത് ഇവിടുത്തെ വനംവകുപ്പിന് കൊടുക്കുകയും ഞങ്ങളുടെ സംഘടനയുടെ ഒരു ഗിഫ്റ്റായിട്ട് അവർക്കൊരു വന നടത്തം അനുവദിച്ച് കിട്ടുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനോടനുബന്ധിച്ചാണ് ഇന്നിവരെത്തിയിട്ടുള്ളത്. ആന പാർക്കിലെ ആനകളെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സും ക്ലാസ് എടുത്തത് ഇവിടുത്തെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ടുള്ള അർച്ചനയാണ്. അപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഏകദേശം 1.25 കിലോമീറ്ററോളം നടന്നുള്ള ബാക്കി വന നടത്ത കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ആ കാഴ്ചകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ആനയുടെ പേരാണ് മനു. 8 വയസ്സാണ് പ്രായം. നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നിലമ്പൂർ എവിടെയെന്ന് അറിയാവോ? ആർക്കറിയാം നിലമ്പൂർ എവിടെയാണെന്ന്? നിലമ്പൂരാണ് കേരളത്തിലെ ഏറ്റവും വലിയ തേക്ക് മ്യൂസിയം, തേക്ക് പ്ലാന്റേഷൻ. നിലമ്പൂർ തേക്കാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള തേക്ക്. ആ നിലമ്പൂർ നാട്ടുകാരനാണ് നമ്മുടെ മനു. 8 വയസ്സാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കേ, എല്ലാ ആനയും കഴിഞ്ഞിട്ട് വയനാട് പോകാൻ 4 ചുരമുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? പെരിയ. അതിൽ ഏറ്റവും ഡേഞ്ചർ ചുരം ഏതാ? പാൽച്ചുരം. അതിൽ ഒരെണ്ണമായിട്ടുള്ള നാടുകാണി ചുരം മാത്രമേ നമ്മൾ ഈ നിലമ്പൂരിൽ നിന്ന് കയറി ചേരുന്ന എവിടെയാ? തമിഴ്നാട്ടിലാണ്. അവിടെ നിന്നേ പിന്നെ വയനാട്ടോട് കയറാൻ പറ്റും. ഓക്കെ. സ്വദേശിയാണെന്ന് പറഞ്ഞു. പേപ്പാറ റേഞ്ചിലെ പട്ടാണിപ്പാറയിൽ നിന്ന് കിട്ടിയതാണ് നമ്മുടെ ആരണ്യ. 5 വയസ്സാണ്. അതിന്റെ അമ്മയാന ചരിഞ്ഞ അവസ്ഥയിൽ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് ഈ ആനയെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. തൊട്ടടുത്ത് നിൽക്കുന്നതാണ് പൂർണ്ണയ്ക്ക് 8 വയസ്സാണ്. അതിൻ്റെ അടുത്ത് നിൽക്കുന്ന മായയ്ക്ക് 8 വയസ്സാണ്. അവർ 3 ഒരേ പ്രായക്കാരാണ് കേട്ടോ. അതിൽ 9 വയസ്സോളമായത് പൂർണ്ണയ്ക്കാണ്. മാസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്ന മായയെ കൊണ്ടുവന്നത് അഗളി എന്നാണ്. അഗളി എവിടെയാണെന്ന് അറിയാമോ? പറഞ്ഞോടാ. പാലക്കാട് അഗളി എന്നാണ്
മായയെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതെല്ലാം തീരെ ചെറിയ പ്രായത്തിൽ വന്നതാണ്. 5-6 മാസങ്ങളിൽ ഇവിടെ എത്തി. ഇത്രയും വളർന്നിട്ടുണ്ട് കേട്ടോ. കോട്ടൂർ ആനപ്പാർക്കിനുള്ളിലൂടെ കുറച്ചു ദൂരം നടന്നു, ഏകദേശം ഒരു 1.25 കിലോമീറ്ററോളം നടന്നു വന്നിട്ടുണ്ട്. ഈ ആനപ്പാർക്കിലെ കുട്ടി ആനകളെ കുളിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇത് നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കുള്ളിൽ പെടുന്നതാണ്. 3 പേരുകളാണ് പറയപ്പെടുന്നത്. അതിൽ ഏത് പേരാണെന്ന് എനിക്കറിയില്ല. ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. വെള്ളൈക്കോൺ എന്ന് പറയുന്നുണ്ട്, വെള്ളാനക്കുഴി എന്ന് പറയുന്നുണ്ട്, അഞ്ചാനക്കുഴി എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതോ ഒരു പേരാണ്, ഞാനത് കറക്റ്റ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. കുട്ടിയാനകളെ ഇവിടെ വന്ന് കുളിപ്പിക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല ഇത് പുറത്തുള്ള പബ്ലിക്കിന് അലൗഡ് ഉള്ള സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊന്നും ആരും വരുന്നവർ അതിക്രമിച്ച് കിടക്കരുത്. അതിമനോഹരമായ സ്ഥലമാണ്. ഫോറസ്റ്റിന്റെ പെർമിഷനോടുകൂടി നിങ്ങൾക്ക് ഇവിടെ വരാം. ഞാൻ സിദ്ധാർത്ഥ്, ഇത് ആതിര. നമ്മൾ വിഗ്യാൻ കോളേജിൽ നിന്ന് വരുന്നു. ഇന്നത്തെ ഈ ഒരു എലിഫന്റ് റീഹാബിലേഷന്റെ ഈ ഒരു നടത്തവും ആ ഒരു NSSന്റെ ആ ഒരു അഡ്വഞ്ചറും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനിയും ഇതേപോലെ ഫാമിലിയും ഒക്കെ വരാൻ നമ്മൾക്ക് താല്പര്യമുണ്ട്. ഒരു NSSന്റെ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു ടൂറിസ്റ്റ് മേഖലയിൽ നമ്മൾ വിസിറ്റ് ചെയ്യാൻ വന്നത്. ഏഷ്യയിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയ എലിഫന്റും ഇവിടെ കോട്ടൂര് ടൂറിസ്റ്റ് മേഖലയിലാണ് ഉള്ളത്. അതൊക്കെ അറിയാൻ സാധിച്ചു. നമസ്കാരം, എൻ്റെ പേര് അർച്ചന. ABP റേഞ്ചിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്. ഇന്ന് കുറച്ച് കുട്ടികളുമായിട്ട് ചെറിയൊരു മിനി ട്രക്കിംഗ് ഉണ്ടായിരുന്നു. വിഗ്യാൻ കോളേജ് കാട്ടാക്കട കോളേജിലെ കുട്ടികളായിട്ടായിരുന്നു ഇന്ന് ഒരു മിനി ട്രക്കിംഗ് നടത്തിയിരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ കോട്ടൂർ എലിഫന്റ് റീഹാബിലിറ്റേഷൻ ഫുള്ളും സഞ്ചരിച്ച് ചെറിയൊരു മിനി ട്രക്കിങ്ങും അവരും ഭയങ്കര സന്തോഷത്തിലാണ് പോയത്. അപ്പോൾ കോട്ടൂരിലെ വിശേഷങ്ങളെ കുറിച്ചും ഇവിടുത്തെ ABP റേഞ്ചിനെ കുറിച്ചും അവർക്കൊരു ചെറിയൊരു വിവരണം ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു. അവരും നല്ല നല്ല രീതിയിലുള്ള റെസ്പോൺസുകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്റ്റുഡൻസും നല്ല കുട്ടികളും നല്ല ടീച്ചേഴ്സും ആയിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു അനുഭവം. വിഗ്യാൻ കോളേജ് ഓഫ് ഓപ്പറേഷൻസ് കാട്ടാക്കട എന്നാണ് വരുന്നത്. ശാസ്ത്രഗിരിയാണ് സ്ഥലം. ഇന്ന് നമുക്കൊരു നല്ലൊരു അനുഭവമായിരുന്നു കിട്ടിയത്. കാരണം ഒരു ആനകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. പിന്നെ
ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആനയെ കുറിച്ച് കാണാനും പറ്റി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് നമുക്ക് അറിവുകൾ നേടി. ഈ വിഗ്യാൻ കോളേജിനെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ നല്ലൊരു കോളേജാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അക്കാഡമിക്സിലായാലും എല്ലാത്തിലും നമുക്ക് നല്ല വ്യക്തമായിട്ടെല്ലാം മനസ്സിലാക്കിയിട്ട് തരുന്നുണ്ട്. ക്യാമ്പ് എങ്ങനെയുണ്ടായിരുന്നു? ക്യാമ്പും മനോഹരമായിരുന്നു. ഒരു പുതിയ അനുഭവമായിരുന്നു എല്ലാവർക്കും. വീട് മാറിയൊക്കെ നിൽക്കുന്നവർക്കൊക്കെ ഒരുപാട് നല്ല ക്യാമ്പായിരുന്നു. പുതുതായിട്ട് പഠിക്കാൻ വരുന്ന കുട്ടികളോട് ഈ വിഗ്യാൻ കോളേജ് നിങ്ങൾ സജസ്റ്റ് ചെയ്യും എങ്കിൽ കാരണം? ഇവിടത്തെ മികച്ച അധ്യാപകരും നല്ല ക്ലാസ്സുകളും തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. വിഗ്യാൻ കോളേജിന്റെ അപ്ലൈഡ് സയൻസസിന്റെ ഭാഗമായിട്ട് നമ്മൾ 7 ദിവസത്തെ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ സുമേഷ് സാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഇന്നൊരു വിസിറ്റ് നടത്തിയിട്ടുണ്ടായി. നമ്മുടെ കോട്ടൂർ ആന പാർക്കാണ് വിസിറ്റ് നടത്തിയത്. ആ വിസിറ്റ് നടത്തിയതിനോടൊപ്പം തന്നെ കുട്ടികൾക്കെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു ഹാപ്പിനെസ് കൂടെ ഉണ്ടായി. അത് പ്രത്യേകിച്ച് സുമേഷ് സാറിനോട് നമ്മളായിട്ട് നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതിനു വേണ്ടി സൗകര്യം ഒരുക്കി തന്നെ നമ്മുടെ കോട്ടൂരിലെ വനം വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും അതിൻ്റെ നന്ദി അറിയിച്ചു. പ്രത്യേകിച്ച് ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന DFO അർച്ചന മേഡത്തിനും നമ്മൾ നന്ദി അർപ്പിച്ചു കൊടുക്കുന്നു. അതിലുപരി ഒരുപാട് നന്ദി സുമേഷ് സാറിനോട് പറയാനുണ്ട്. നമ്മുടെ ക്യാമ്പിനും മറ്റ് എല്ലാ കാര്യമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സഹായങ്ങളും എല്ലാം ചെയ്യുന്നത് സാറുണ്ട്. ആന പാർക്കിലെ കാഴ്ചകൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ വിഗ്യാൻ കോളേജിലെ ഈ 43ഓളം വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് വനത്തിനുള്ളിലൂടെയുള്ള ഒരു വന നടത്തം, ആ ഒരു കാഴ്ച നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. വിദ്യാർത്ഥികൾക്കും നല്ലൊരു അനുഭവമായിരുന്നു. അതവർ പറഞ്ഞ ഫീഡ്ബാക്കിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. തിരുവനന്തപുരം ജില്ലയിലുള്ളവർ ഒരു ദിവസത്തെ ഒരു വിസിറ്റിന് വേണ്ടി കോട്ടൂർ എലിഫന്റ് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നറിയപ്പെടുന്ന കോട്ടൂർ ആന പാർക്കിൽ വരിക. ഒരുപാട് ഇവിടെ കാണാനുണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.